നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിടിനാൾ. വാണിടുകൗവണ്ണമെൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ആവശ്യപ്പെടാതിരുന്നിട്ടും ശ്രീരാമൻ രാജ്യഭരണം ഉപേക്ഷിച്ച് വനവാസം തിരഞ്ഞെടുത്തതിന് കാരണം അനാസക്തിയായിരുന്നു. അനാസക്തന്റെ രാജ്യഭരണമാണ് വാൽമീകിയുടെ ഇതിഹാസ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാമൻ കൈകേയി നിയോഗിച്ച കാനനവാസത്തിന് ശേഷം മടങ്ങി വന്ന് രാജ്യഭാരം കൈയേൽക്കേണ്ടത് അനിവാര്യമാണ്. രാമൻ സന്യാസിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ത്യാഗസമ്പന്നവുമാണ്. ഭരണകർത്താക്കൾ ഋഷിമാരാകുമ്പോൾ രാജർഷികൾ എന്നറിയപ്പെടും. അങ്ങനെയുള്ള ഒരു ഋഷിയുടെ കഥയാണ് രാമായണം. അതുകൊണ്ടാണ് രാമായണത്തെ ആർഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. രാമൻ മനുഷ്യവംശത്തിന് മാതൃകാ ചക്രവർത്തിയായത് ഈ ഋഷിത്വം അദ്ദേഹത്തിന് കൈമുതലായുള്ളതുകൊണ്ടാണ്. ശ്രീരാമൻ്റെ മാർഗം പിന്തുടർന്നാൽ ത്യാഗധനമായ ജീവിതത്തിലേക്കുണരാൻ നമുക്കേവർക്കും ആർഷകാവ്യം പ്രേരണയാകട്ടെ എന്നും ശ്രീരാമൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. മനസ്തേ പാദാബ്ജേ നിവസതു വച സ്തോത്രഭണിതൗ करौ चाभ्यर्चायां श्रुतिरपि कथा कर्णनविधौ तव ध्याने बुद्धिर्नयनयुगलं मूर्तिविभवे परे ग्रन्थान् कैर्वा परमशिवजाने परमतः मनस्ते पादाब्जे निवसतु वच स्तोत्रभणितौ करौ चाभ्यर्चायां श्रुतिरपि कथा कर्णनविधौ तव ध्याने बुद्धिर्नयनयुगलं मूर्तिविभवे परे ग्रन्थान् कैर्वा परमशिवजाने परमतः सन्ध्यादीपम्
അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. വസ്തുബോധം ഉണ്ടാകാൻ തർക്കം വേണം. വസ്തുബോധം വന്നാൽ മുക്തിയാണ്. ആ നിലയ്ക്ക് തർക്കം അനിവാര്യമാണ്. വേദത്തിനനുസൃതമായ തർക്കത്തെ തുടരാൻ ശങ്കരാചാര്യർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ലക്ഷ്യത്തിൽ നിന്നും മാറി പണ്ഡിതനാണെന്ന് സമർത്ഥിക്കാനുള്ള തർക്കം നിഷ്പ്രയോജനമാണ്. ഈ വിഷയം ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദ ലഹരിയെ ആസ്പദമാക്കി സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 6-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. ശാസ്ത്രവിചാര സന്ദർഭത്തിൽ തർക്കരീതി അവലംബിച്ചുകൊണ്ട്, തർക്കശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൻ്റെ പദ്ധതിയെ അവലംബിച്ചുകൊണ്ട് ശാസ്ത്രവിചാരം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറേ പദങ്ങളെ പറഞ്ഞു. ഘടം, മൃത്പിണ്ഡം, അണു, ധൂമം, അഗ്നി, പർവ്വതം, പടം, തന്തു. ഇതൊക്കെ തത്വനിർണയത്തിനായിട്ടുള്ള വാദത്തിൽ ഉപയോഗിക്കാവുന്ന പദങ്ങളാണ്. തീർച്ചയായിട്ടും ഇവയുടെ വിനിയോഗം വേണം താനും. വാദേ വാദേ ജായത്തെ വസ്തുബോധ. വാദത്തിൽ വസ്തുബോധം ജനിക്കും. വസ്തുബോധം ജനിക്കാനാണ് വാദം. വസ്തുബോധം ജനിച്ചാൽ അത് മുക്തിയാണ്, മുക്തിമാർഗമാണ്. ശ്രുതിമത തർക്കോനുസന്ധീയതാം. വേദത്തിനനുസൃതമായ തർക്കത്തെ നീ പിന്തുടർന്നാലും എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ഉപദേശിക്കുന്നുണ്ട്. എന്നല്ല, ഭാഷ്യങ്ങളിലുടനീളം ഈ തർക്കരീതി അവലംബിച്ചിട്ടുമുണ്ട്. എന്നാൽ പദാർത്ഥനിർണയം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയി വെറും വാഗ്വാദങ്ങൾ ചെയ്യുക, വിദ്വാനായിട്ട് അറിയപ്പെടുക, പണ്ഡിത പദവി സമൂഹത്തിൽ ലഭിക്കാൻ വേണ്ടി തർക്കങ്ങളിൽ ഏർപ്പെടുക, അതുകൊണ്ടൊരർത്ഥവുമില്ല. അതാണിവിടെ പറയുന്നത്. ഘടോ വാ മൃത്പിണ്ടോ, ഘടമാകട്ടെ മൺകട്ടയാകട്ടെ, മൺകുടത്തിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വൈശേഷിക പദാവലി ഉപയോഗിച്ച് എപ്പോഴും പറയുന്നതാണ് പരമാണു 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 എന്ന്. ധൂമം, അഗ്നി, പർവ്വതം. എവിടെ പുകയുണ്ടോ അവിടെ അഗ്നിയുണ്ട്. ആ പർവ്വതത്തിൽ അതുകൊണ്ട് അഗ്നിയുണ്ടെന്ന് നമ്മൾ അനുമാന പ്രക്രിയയെ, അനുമിതിജ്ഞാനത്തെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതുപോലെ പടോവ തന്തുർവ, കാരണഭിന്നമായി കാര്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ഇതൊക്കെ കിം ഘോരശമനം പരിഹരതി, ഘോരനായ സംസാരത്തെ അല്ലെങ്കിൽ സംസാര അഗ്നിയെ, ശമനൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ശമിപ്പിക്കുന്നവൻ, കാലൻ എന്ന് പറയാം. ശമനൻ എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറയാം. അപ്പോൾ സംസാരമാകുന്ന അഗ്നിയെ അല്ലെങ്കിൽ മരണത്തെ കിംബ പരിഹരതി, ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കുമോ? ഒരിക്കലുമില്ല. വൃഥാ കണ്ഠക്ഷോഭം വഹസി, നീ വെറുതെ കണ്ഠക്ഷോഭം ചെയ്യുന്നു, നീ കണ്ഠക്ഷോഭമാണ് ചെയ്യുന്നത്. തരസാ തർക്കവചസ, വെറും തർക്കവചസ്സുകളെ ഉപയോഗിച്ചിട്ട് തർക്കത്തിലൂടെ ആർക്കും ജയിക്കാൻ പറ്റില്ല. തർക്കോപ്രതിഷ്ഠ. അപ്പോൾ തർക്കം വേണ്ടെന്നാണോ? തർക്കം വേണം. പദാർത്ഥ നിർണയത്തിന് തർക്കം വേണം. തർക്കത്തിൽ കുടുങ്ങിപ്പോവരുത്. തത്വജ്ഞാനത്തിന് ഗ്രന്ഥം വേണം. ഗ്രന്ഥത്തിൽ കുടുങ്ങിപ്പോകരുത്. ശ്രവണ മനനങ്ങൾ തത്വവിജ്ഞാനാർത്ഥം വേണം. പക്ഷേ ശ്രവണ മനനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ചിത്തശുദ്ധിയർത്ഥം മുക്തിക്ക് പൂജ വേണം. പൂജയിൽ കുടുങ്ങിപ്പോകരുത്. അപ്പം ലക്ഷ്യപ്രാപ്തിക്ക് മാർഗം വേണം. മാർഗത്തിൽ നമ്മൾ ബദ്ധരായി പോകരുത്. അങ്ങനെ ബദ്ധരായി പോകുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. വൃഥാ കണ്ഠക്ഷോഭം വഹസി, നീ വെറുതെ കണ്ഠക്ഷോഭം ചെയ്യുന്നു. തരസ തർക്കവചസ, പിന്നെ എന്ത് ചെയ്യണം? പദാംഭോജം ശംഭോ ഭജ, നീ ശംഭുവിൻ്റെ പദാംഭോജത്തെ ഭജിക്കൂ. ഇതേ രീതിയിലാണ് മോഹമുദ്ഗരത്തിൽ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞു കരണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. വ്യാകരണ ജ്ഞാനമൊന്നും നിന്നെ രക്ഷിക്കില്ല. അതുകൊണ്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ എന്ന്. ഇത് രണ്ടും ഒരേ നിലയ്ക്കുള്ള ഉപദേശങ്ങളാണ്. ഹേ സുധി, ശോഭനമായ ബുദ്ധിയെ വിളിക്കുകയാണ്. നല്ല തെളിഞ്ഞ ബുദ്ധി, നീ ഗോവിന്ദനെ ഭജിക്കൂ, ശംഭുവെ ഭജിക്കൂ, ദേവിയെ ഭജിക്കൂ. ഏത് പറഞ്ഞാലും വിരോധമില്ല.
എന്താണ് ശംഭുവിൻ്റെ പദാംഭോജം? അത് പരമസൗഖ്യമാണ്, പരമസുഖപ്രദമാണ്, പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പരമമായ സുഖം ആനന്ദം. അപ്പം ആനന്ദപ്രദമായ ശിവപാദത്തെ നീ ഭജിച്ചാലും എന്ന് പറയുക ചെയ്യണത്. തുടർന്ന് 7ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. മനസ്തേ പാദാബ്ജേ നിവസതു വചസ്തോത്രഭണിതൗ കരശ്ചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകർണനവിധൗ തവ ധ്യാനേ ബുദ്ധിർനയനയുഗളം മൂർത്തിവിഭവേ പദൗ പ്രാദക്ഷിണ്യേ പരമശിവജാനേ പരമത. ഇവിടെ 4ാമത്തെ പാദത്തിൽ പരഗ്രന്ഥാൻ കൈർവാ എന്നും പാഠഭേദമുണ്ട്. ഹേ പരമശിവ സംബോധന ചെയ്യാണ്. ഹേ പരമശിവ, പരമമായ ശിവത്തെ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ, പരമമായ മംഗളം സ്വരൂപമായവൻ എന്നൊക്കെ പരമശിവ ശബ്ദത്തിന് അർത്ഥം പറയാം. പരമനും ശിവനും പരമശിവനാണ്. അവിടെ പരമൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക്, പ്രമാണപ്രമേയ വ്യവഹാരങ്ങൾക്ക് ഉപരിയുള്ളവൻ. ശിവൻ മംഗളപ്രദൻ. ഹേ പരമശിവ എന്ന് പറഞ്ഞുകൊണ്ട് ചില സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണ്, ഭക്തൻ്റെ സങ്കല്പങ്ങളെ. എന്താണത്? നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. गीतगमेगो सुन्दरी स्वररञ्जिनी शुभकारिणी मूकाम्बिके श्रुतजनवरदे